ഉസിരേ നീതാനേ നീതാനേ നടലാവും കൂടാനാനേ എതുവും വേണാമേ വേണാമേ മുടിവും കൂടാനാനേ ബോഗി 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 ബോഗി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് എങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അവിടുന്ന് 16:9 സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 6-7 ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കും. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഇവിടുന്ന് പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യും. ശേഷം 2 വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രീനിൽ ഫില്ലായിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കും. ശേഷം ഈ ഒരു ഈക്വൽ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം ബാക്ക് വരും. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യും. ഇതേപോലെ തന്നെ 2 വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രീനിൽ ഫില്ലായി വെച്ച് കൊടുക്കും. ശേഷം ഈ ഒരു ഈക്വൽ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം ബാക്ക് വരിക. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെയുള്ള എല്ലാ ഇമേജും നിങ്ങൾ സ്ക്രീനിൽ ഫിൽ ചെയ്ത് വെച്ച് കൊടുക്കും. അവസാനം വരെയുള്ള എല്ലാ ഇമേജും സ്ക്രീനിൽ ഫില്ലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം ഓരോ ഇമേജും തുടങ്ങുന്ന ഭാഗത്ത് ഒരു മൈനസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലാസിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ക്ലാസിക് ട്രാൻസിഷൻ സെലക്ട് ചെയ്യും. അതിനകത്ത് ക്രോസ് ഫെയ്ഡ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു അപ്ലൈ ടു ഓൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ഒരു മൈനസ് ബട്ടണിലും ഇതേപോലെ ആ ഒരു എഫക്റ്റ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു വീഡിയോ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് സേവ് ആസ് വീഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. സേവ് ആയതിനു ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് സ്റ്റാർട്ടിങ് വെച്ചതിന് ശേഷം ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ബേസിക് എഫക്റ്റ് സെലക്ട് ചെയ്യും. അതിൽ ആദ്യം കാണുന്ന ഒരു ബ്ലർ എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം 2 വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് ഇതേപോലെ സ്ക്രീനിൽ ഫില്ലാക്കി വെച്ച് കൊടുക്കും. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ അവസാനം വരെ ആയി കൊടുക്കും. ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് ഡ്യൂറേഷൻ അവസാനം വരെ ആയി കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വന്ന് ടെംപ്ലേറ്റ് ആഡ് ചെയ്യും. അതിനായി ലെയർ സെലക്ട് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെംപ്ലേറ്റ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. ഇവിടുന്ന് ആ ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കും. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് സെലക്ട് ചെയ്യും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഫില്ലാവുന്നതായിരിക്കും. ഇവിടുന്ന് ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുന്ന് ഒരു ബ്ലെൻഡിങ് സെലക്ട് ചെയ്യും. ശേഷം അതിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് അവസാനം വരെ ആക്കണം. ഇതിനായി ഇമേജിൻ്റെ അവസാനം വന്നതിന് ശേഷം അവിടുന്ന് ആദ്യം ഒരു ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യും. ശേഷം ഈ ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇവിടുന്ന് ട്രിം റൈറ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ അത്ര റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ആ ഒരു ബ്ലർ എഫക്റ്റ് സെലക്ട് ചെയ്യും. അതും ഇതേപോലെ ട്രിം ഓർ സ്പ്ലിറ്റ് എന്നുള്ള സെലക്ട് ചെയ്യും. അവിടുന്ന് ട്രിം റൈറ്റ് സെലക്ട് ചെയ്യും. അതും അത്ര അപ്പോൾ കട്ടായി പോകുന്നതായിരിക്കും. ഇനി ഒരു വീഡിയോ നമുക്ക് ഗാലറിലോട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് സേവ് ആസ് വീഡിയോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിലോട്ട് സേവ് ആവുന്നതായിരിക്കും. സേവ് ആയതിനു ശേഷം വീണ്ടും കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യും. ശേഷം മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അവിടുന്ന് 16:9 സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് കൊടുക്കും. ആദ്യം ഇതിനകത്തോട്ടൊരു കറുപ്പ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിനു ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അതിൻ്റെ ഡ്യൂറേഷൻ ഇതേപോലെ 30 സെക്കൻഡ് ആയി കൊടുക്കും. 30 സെക്കൻഡ് ആയി കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. ശേഷം ലെയർ സെലക്ട് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. നമ്മളിപ്പോൾ സേവ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. ശേഷം ബാക്ക് വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ അത് സ്ക്രീനിൽ ഫില്ലായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രോമാക്കി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കും. ശേഷം അവിടെ നിന്ന് കീ കളർ സെലക്ട് ചെയ്യും. നിങ്ങൾ പച്ച കളറായി കൊടുക്കും. ഇതേപോലെ തന്നെ പച്ച കളറായി കൊടുക്കും.
ശേഷം പച്ച കളർ ആക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് മാറ്റാൻ വേണ്ടി ഈ ഒരു 2 ഓപ്ഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ഈ ഒരു 2 ഓപ്ഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് മാറുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം ലെയർ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യും. നമ്മൾ ആദ്യം ഒരു വീഡിയോ സേവ് ചെയ്തില്ലായിരുന്നു, ആ ഒരു വീഡിയോ ഉടൻ സെലക്ട് ചെയ്ത് കൊടുക്കും. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ശേഷം ഇതേപോലെ നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിനുള്ളിൽ വരുന്ന പോലെ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന സോങ് ആഡ് ചെയ്യും. പിന്നെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക, ഓഡിയോ സെലക്ട് ചെയ്യും. ശേഷം താഴെ നിങ്ങൾക്ക് ഫോൾഡേഴ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും, അത് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന സോങ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സോങ് ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഡ്യൂറേഷൻ കറക്റ്റ് സെറ്റ് ചെയ്യണം. അതിനായി നിങ്ങൾ ഈ ടെംപ്ലേറ്റിൻ്റെ ആദ്യം ആഡ് ചെയ്ത ഒരു വീഡിയോ ഇല്ലേ, ആ ഒരു വീഡിയോയുടെ അവസാനം വരിക. പക്ഷെ അവിടെ നിന്ന് ഒരു സോങ് സെലക്ട് ചെയ്യുക, ട്രിം ആൻഡ് സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. പക്ഷെ ഈ ഒരു ട്രിം റൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള എല്ലാ ലെയറും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ആസ് വീഡിയോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.